എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ 2D 3D ഫോർമാറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അജയന്റെ രണ്ടാം മോഷണം. 11 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 11 ദിവസം കൊണ്ട് ചിത്രം 39 കോടി 24 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന കളക്ഷൻ പ്രകാരം ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ 87 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 100 കോടിയിലേക്ക് കുതിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ കിഷ്കിന്ധാകാന്ഡം. 11 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആകെ 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 25 കോടി 36 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 11 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആകെ 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 46 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ പെപ്പെ നായകനെത്തിയ കൊണ്ടൽ എന്ന സിനിമയാണ്. സെപ്റ്റംബർ മാസം 13-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ കൊണ്ടൽ എന്ന സിനിമയ്ക്ക് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇത് 11 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ 10 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി 90 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 3 കോടി 60 ലക്ഷം രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ ബാഡ് ബോയ്സ്. ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ ഒരുപാട് താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സിനിമ കൂടെയ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ 10 ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി 90 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നേരത്തെ പരാജയപ്പെട്ട സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ തലപതി വിജയുടെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ഗോട്ട്. നിലവിൽ 18 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ഗോട്ട് എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13 കോടി 90 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 18-ാം ദിവസമായി ഇന്നലെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ 18 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 210 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 444 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്ററായ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലും വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രം ഇന്നത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ നാളത്തെ കളക്ഷനോട് കൂടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 450 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.